ആ സ്ഥാപനത്തിൽ നിന്നും നാളെ എന്റെതെല്ലാമുള്ള ഒരു മാറ്റം, അത് ദുഃഖകരം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിർമ്മിച്ച, നിങ്ങൾ ഉയർത്തിക്കൊള്ളുന്ന നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ മാനേജർ, ഇതിന്റെ ഫൗണ്ടേഷൻ ഹംസാജിയും സേതുവാജിയും മാനേജർ ഇൻചാർജ് ഇബ്രാഹിം സാറും ആണെങ്കിൽ തന്നെ ഇത് നിങ്ങളുടെ ഒരു സ്ഥാപനമാണ് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടുത്തെ ഓരോ മണൽത്തരികളും ഓരോ ചുവരുകളും നിങ്ങളുടെ പ്രസൻസ് അയവരിക്കൊണ്ടിരിക്കും. അത്രമാത്രം വ്യക്തിമുദ്രകൾ വധിച്ച 6 മെയിൻ പില്ലേഴ്സാണ് ഇവിടെ ഇറങ്ങിപ്പോകുന്നത്. നിങ്ങൾക്കൊരിക്കലും ഞങ്ങൾ യാത്ര പറയുന്നില്ല, നിങ്ങളുടെ സ്ഥാപനമാണ് എന്നും നിങ്ങളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കും. ഇവിടുന്ന് പഠിച്ച ഓരോ കുട്ടികളും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കും. 10 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഫോൺ കാൾ വന്നു. ഒരു 45 വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഒരു ടീച്ചർ എന്നെ വിളിച്ചു. ഇബ്രാഹിം എന്നെ അറിയോ? എന്റെ LP സ്കൂൾ പഠിച്ച ടീച്ചറാണ്. എന്റെ മറുപടി, എങ്ങനെ മറക്കും ടീച്ചറെയാണ്. ആ ബന്ധം 45 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ LP സ്കൂൾ പഠിച്ച ടീച്ചറെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. ആ ടീച്ചറെ പറ്റി ഞാൻ പറഞ്ഞ വാചകം എന്താണെന്നറിയാം, ടീച്ചറെ എങ്ങനെ നിങ്ങളെ ഞാൻ മറക്കുമെന്ന്. ആ ബന്ധം, ഒരു ടീച്ചർ സ്റ്റുഡന്റിനുള്ള ബന്ധം അത്രമാത്രം ഡീപ്പ് ബൗണ്ടാണ്. അത് നാം തിരിച്ചറിയേണ്ടത്. നിങ്ങളുടെ കുട്ടികളെ തിരിച്ചറിയുന്നില്ലെങ്കിലും നിങ്ങളുടെ കുട്ടികളെ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ എത്രയോ കുട്ടികൾ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചമാണ്. നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. എന്താണ് ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിവുകൾ പഠിക്കുന്നവരും അറിവ് നൽകുന്നവരും പഠിക്കുന്നവരും ഈ ഭൂമിയിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യരാണ്, ഏറ്റവും നല്ലവരാണ്. നിങ്ങൾ എത്ര ആളുകൾക്കാണ് വെളിച്ചം പകർന്നിരുന്നെങ്കിൽ വളരെ നിങ്ങളുടെ ഈ കൈത്താളുകൾ, നിങ്ങൾ കൊടുത്ത ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചിരി. ഇപ്പോ എൻ്റെ ഒരു മകൻ പറയാറുണ്ട്, എന്റെ ഇവിടുന്ന് പഠിച്ച +2 എപ്പോഴും എന്നോട് പറയാറുണ്ട്, നാസർ മാസ്റ്റർ എന്തൊരു നല്ല മാസ്റ്ററാണ് മസാലെ. ഉപ്പ എനിക്ക് എവിടെയെങ്കിലും HM കോഴ്സൊക്കെ വരുമ്പോൾ എന്റെ നാസർ മാസ്റ്റർ കൊടുക്കണം. എന്താ പറയാനുള്ള കാരണം, അവന്റെ ഹൃദയത്തിൽ അത്രമാത്രം ആ സാറ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ കൈത്താണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ ഒരു പ്രവൃത്തി, നിങ്ങളുടെ സ്മൈൽ, അത് പല ഹൃദയങ്ങളിലേക്കും വെളിച്ചം പകർന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ അധ്യാപക ജോലി നിങ്ങൾക്ക് ലഭിച്ച ആളുകളാണ്. ഇതേപോലെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഓരോ ആളുകളും വരാറുണ്ട്, ഒന്നും പറയാറുണ്ട്, സാറേ എത്ര പൈസ വേണമെങ്കിൽ പോസ്റ്റ് തരുന്നത്. ഞാൻ എന്റെ മറുപടി 5 വർഷക്കാരൻ എന്റെ മറുപടി എന്താണെന്നറിയും, നമ്മൾ സംസാരിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, എനിക്ക് പോസ്റ്റില്ല. ഈ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഈ പോസ്റ്റുകളിൽ നമ്മുടെ ഭാഗ്യവാന്മാരുടെ ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ നല്ല ഭാഗ്യം. ആ ജോലി ലഭിച്ചത് നിങ്ങൾ ആരെ കൂടെ ജോലി ചെയ്തത്? വളരെ പ്രഗത്ഭരായിരിക്കുന്ന സുകുമാരൻ മാസ്റ്റർ, അതുപോലെ ജബ്ബാർ മാസ്റ്റർ, ഇവരെല്ലാം പലപ്പോഴും ഞാൻ ഇങ്ങനെ 7 o'clock 8 മണിക്ക് വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ഗേറ്റ് തുറന്നെടുക്കുന്നത് കാണാം. ഞാൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് ഇടുന്ന ഞാൻ ഒരു വെളിച്ചം കാണുന്നുണ്ട്. എവിടുന്നാണെന്ന് അറിയാം, ജബ്ബാർ മാസ്റ്റർ റൂമിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്ര ആത്മാർത്ഥമായിട്ടാണ് എന്നിൽ അർപ്പിതമായ ജോലികൾ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഉയർച്ചയിൽ അവരുടെ ഈ 6 പേരുടെയും ഓരോ തുള്ളി ഉയർത്തുകൊണ്ടുണ്ടെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഇന്നത്തെ ഉയർച്ചയുടെ പ്രധാന കാരണങ്ങൾ സീനിയറായിട്ടുള്ള അർപ്പണബോധമുള്ള ലക്ഷ്യബോധമുള്ള ഈ അധ്യാപകരുടെ ഈ ചെറുകിലാണ് നമ്മൾ മുന്നോടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ത് വെളിച്ചമാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായും അതാണ് ഇന്നത്തെ യുഗം. ഞാൻ നമ്മുടെ യങ് ടീച്ചേഴ്സിനെ പറ്റി അല്ല പറയുന്നത്, മൊത്തത്തിൽ ഡോക്ടേഴ്സ് ആയാലും ഏത് ഫീൽഡിലാണ് യങ്
ഹൗ ടു മേക്ക് മണി എന്നുള്ളതാണ്. എനിക്കെന്താണ് കാര്യം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറാൻ അലപ്പതിക്കാൻ പാടില്ല. നമ്മൾ ഈ സ്ഥാപനം എന്ന് പറയുന്നത് ATM മെഷീനായിട്ടുള്ള അതൊന്നിപ്പിക്കല്ല വേണ്ടത്. മറിച്ച് നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ഈ അധ്യാപകർ, സീനിയറായിട്ടുള്ള ഈ അധ്യാപകരും അതേപോലെ തന്നെ സുകുമാരൻ മാഷും അതേപോലെ ജയകൃഷ്ണ മാഷൊക്കെ നിങ്ങൾക്ക് എന്താണ് മാർഗങ്ങൾ കാണിച്ചിരുന്നത്, ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. മറിച്ച് മറ്റു മാർഗത്തിലൂടെ അല്ല പോകേണ്ടത്. ഇപ്പം നെസ്റ്റോ ഓപ്പൺ ചെയ്തു സൂപ്പർ മാർക്കറ്റ്, അവിടെ ട്രാഫിക് മൊത്തം ജാമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാം, ഫ്രീ കേൾക്കുന്ന സാധനം അവിടെ വെറും 700 രൂപ 190 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സൈക്കിൾ പോലുള്ള കുറെ സ്ഥാപനങ്ങൾക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കോമ്പിനേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ അവിടെ അവസ്ഥയിലേക്ക് പോകും. ആളുകളൊക്കെ ഇങ്ങോട്ട് പോകും, നെസ്റ്റോയിലേക്ക് പോകും അല്ലെ, ഇതിന്റെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് പോകും, സൈക്കിൾ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകും അല്ലെ. നമ്മളുടെ കോഴ്സിന് ആളെ ഞങ്ങളുടെ കീഴിലേക്ക് വരും, കോഴ്സ് നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഈ 6 അധ്യാപകർ നമുക്ക് എന്ത് മാർഗം കാണിച്ചു തന്നിട്ടുണ്ടോ അതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു അധ്യാപകനാവുക എന്നുള്ളതാണ് അല്ലെ. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെളിച്ചം പകരുന്ന ആളുകളാണ് അല്ലെ. ആ വെളിച്ചം നിങ്ങൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങൾ അർപ്പിതമായ ഡ്യൂട്ടി നിങ്ങൾക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചിരുന്ന ജബ്ബാർ മാഷ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് HM, നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് HM എന്ന് പറയാൻ പറ്റും. ഒരു ഡൗട്ടും വേണ്ടതില്ല. ഇന്ന് രാഷ്ട്രീയവും മതവും സംഗീതമായ അവസ്ഥയിൽ ഈ ഒരു മനുഷ്യൻ എല്ലാവരെയും കൂട്ടിയിലേക്ക് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ. ഇത്രയും കാലം നമ്മുടെ സുകുമാരൻ മാഷും ജബ്ബാർ മാഷും ഒരേ നാണയത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളായി മാറി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഉദാഹരണങ്ങളാണ്. 2 രാഷ്ട്രീയ പാർട്ടികൾ എങ്കിലും അവരുടെ മനസ്സിൽ ഒന്നായിരുന്നു. ഇത് വൻ വിജയമാണ്, നമുക്ക് മാതൃകാപരമാണ്. ഈ രീതിയിലേക്ക് നിങ്ങളിൽ എത്ര ആളുകൾ ഉയരാൻ പറ്റുമെന്നുള്ളതാണ്. അത് നമ്മുടെ ജബ്ബാർ മാഷിന്റെ ആ ഒരു എമിനന്റ് ആയിട്ടുള്ള ടീച്ചർ എന്ന രീതി. അതേപോലെ തന്നെ ജംഷീർ ബാബു പറഞ്ഞു, അത് വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചർ. ഇപ്പോഴത്തേക്ക് പറയാറുണ്ട് ജബ്ബാർ മാഷെ പറ്റി എന്നാണ്, സാർ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കണ്ടുള്ളൂ, പിന്നെ അവിടെ കണ്ടല്ലോ, പിന്നെ ഇവിടെ കണ്ടല്ലോ എന്ന് ഞാൻ സംസാരിക്കുന്നു പറയും. അപ്പൊ എന്താണ്, അത്രമാത്രം കെയർ ചെയ്യുന്നത് നമ്മളെ അല്ലെ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പറയുന്നത്, നിങ്ങളുടെ വീട് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് ഒരു 150-200 ആളുകളെ കൺട്രോൾ ചെയ്യുന്ന അധ്യാപകരെ നമുക്ക് ഒരു വാക്ക് പറയാൻ അർഹതയില്ല. ചെറിയ പാട്ടുകൾ എന്തായിരിക്കാം, പക്ഷെ അതെന്ത് ചെയ്യാൻ പാടില്ല, അത് ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല. അത് അത്രമാത്രം നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഒരു വ്യക്തിയാണ് അത് ജബ്ബാർ മാഷ്. എന്റെ വാക്കുകൾക്കും അധീനമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. എന്റെ വാക്കുകൾക്ക് അധീനമായിട്ടാണ് പ്രവർത്തനം. അത്രമാത്രം എനിക്ക് വാക്കുകളില്ല എന്ന് പറയാൻ പറ്റും. അത്രമാത്രം വളരെ നല്ല രീതിയിൽ സ്ഥാപനത്തെ ഉയർത്തിക്കൊടുക്കുന്നത്. നല്ല രീതി എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് സ്ഥാപനം ഇന്ന് നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഞാൻ ജബ്ബാറിന്റെ കൂടെ തന്നെ എനിക്ക് പേരൊരിക്കലും തള്ളപ്പെടാൻ പറ്റില്ല. സുകുമാരൻ അതിന്റെ ബാക്കിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇതേപോലെ തന്നെ നമ്മുടെ ഗഫൂർ മാഷ്, രക്ഷിതാക്കൾ പറയാൻ എനിക്ക് ഞാനിവിടെ വന്നില്ലെങ്കിലും വളരെയധികം രക്ഷിതാക്കളായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഡോക്ടറെ. ഞാൻ പലപ്പോഴും ഈ സ്കൂളിലെ ഓരോ ടീച്ചേഴ്സിനെ പറ്റിയും ആരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്, ആരൊക്കെ ക്ലാസ് എടുക്കുന്നില്ല, ആരൊക്കെ അവിടെ സ്മാർട്ടായിട്ട് നീ കളയുന്നത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ഗഫൂർ മാഷെ പറ്റി പല രക്ഷിതാക്കളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, സാറെ ഗഫൂർ മാഷെ ക്ലാസ്സിൽ എന്റെ കുട്ടികളൊന്ന് കിട്ടിയാൽ മതി. എന്താ കാരണം, അത്രമാത്രം ഡിവോട്ട് ചെയ്തിരിക്കുന്ന അധ്യാപകനാണ് ഗഫൂർ മാഷ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചർ. നിങ്ങളുടെ ഇവിടെ നല്ല പുറത്തുനിന്ന് കിട്ടുന്ന രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന അറിവാണെന്ത്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ് പറയുന്നത്. എന്റെ കുട്ടിയൊന്ന് ചിലപ്പോൾ 11ാം ക്ലാസ്സിൽ അഡ്മിഷൻ അതിനകത്ത് എന്ത് വരുന്നത്, സാറിന്റെ അഡ്മിഷൻ വേണമെന്ന് പറയും. ചിലപ്പോൾ എന്ത് വരുന്നത് ഗഫൂർ മാഷിന്റെ ക്ലാസ്സിൽ അഡ്മിഷൻ വരുന്നു. അത്രയും ഡിമാൻഡാണ് ആരുടെ ക്ലാസ്സിൽ. ഗഫൂർ മാഷിന്റെ ക്ലാസ്സിൽ എന്താ കാരണം, സാർ അത്രമാത്രം നല്ലൊരു ടീച്ചർ എന്നുള്ളതാണ്. അതൊരു വിജയ് സാർ വളരെ ഹമ്പിളായി സിമ്പിളായിട്ടുള്ള ഇത്രയും നല്ലൊരു
ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ കണ്ടിട്ടില്ല ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ് ഈ വിജയ് മാഷിനാണ്. യാതൊരു കോംപ്ലിക്കേഷൻ, യാതൊരു കുഴപ്പമില്ല, വളരെ സൈലന്റ് ആയിട്ട് സാധാരണ ഡ്യൂട്ടി നിർവഹിക്കപ്പെട്ട ഒരാളാണ് നമ്മുടെ വിജയ് മാഷ്. സുരേഷ് മാഷ് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ അടുത്താണ് ആദ്യം ഇന്നലെ തുക്കുമാഷ ഞാൻ പറഞ്ഞത് ഇതെല്ലാം അള്ളാഹുവിന്റെ നന്മ കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം പറഞ്ഞത്. ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകുന്നു മാത്രം. അപ്പൊ സാറിന്റെ കൺസെപ്റ്റ് വളരെ നല്ല കൺസെപ്റ്റാണ്. അതിന് പങ്കെടുക്കുന്നില്ലെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചറാണ് സുരേഷ് ബാബു അല്ലെ. അതേപോലെ തന്നെ തുക്കുമാഷ തരണ്ടില്ല. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ തലങ്ങളിലും പോയിട്ട് പറയാറുണ്ട് രുക്കുമാഷിന്റെ സ്ഥാപനത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിന്റെ എന്റെ ആയിട്ടുള്ള കാര്യത്തിലാണ്. പിന്നെ നമ്മുടെ ഹെൽത്തി മാഷ് ഒന്നും പറയാനില്ല. ഈസ് എ ഹെൽത്തി പേഴ്സൺ, ഹെൽത്തി മൈൻഡ്, ഹെൽത്തി ബോഡി. ഇപ്പൊ ഈ 14 വയസ്സുള്ള ചുരുക്കനായിട്ടൊന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പണിയിൽ കണ്ടപ്പോൾ സാറോട് ചോദിച്ച് നമുക്കൊരു യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ കൂടെ. കാരണം എല്ലാവരും മട്ടനും ചിക്കനും അടിച്ച് കയറ്റി തീർത്ത് വീട്ടിരിക്കുകയാണ്. അപ്പൊ രോഗത്തിൽ രക്ഷപ്പെടുന്ന ഏറ്റവും നല്ല അപ്ലിക്കേഷൻ മാഷനാണ്. കാരണം നല്ലൊരു ഹെൽത്ത് കൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. ഞാൻ സംസാരിക്കാറുണ്ട്. വളരെ നല്ല ഹെൽത്ത് കൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്കും അതേപോലെ ടീച്ചേഴ്സിനൊക്കെ യോഗ പഠിക്കുന്നത് നല്ലതാണ്. എല്ലാ രോഗത്തിനും വളരെ നല്ലതാണ് യോഗ. അതുകൊണ്ട് സാറിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സാറിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ പോയി ക്ലാസ് എടുക്കാൻ ഞാൻ പറയുന്ന കൺസെപ്റ്റ് ഉണ്ടെന്നോ അറിയാം. എന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയാം. എത്ര ടെക്നോളജി ഈ ഭൂമി വന്നു കഴിഞ്ഞാൽ, ഇനി എത്ര ടെക്നോളജി വരാനുണ്ടെങ്കിലും, എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും, ഇനി എത്ര സമ്പത്ത് വരാനുണ്ടെങ്കിലും, ഹ്യൂമൻ ബീങ് ഒരു നമ്മുടെ സിസ്റ്റം കൊണ്ട് നിർമ്മിക്കാൻ സാധ്യത. അത്രയും വാല്യൂ ആണ് ഹ്യൂമൻ വാല്യൂസ്. ക്ലിയർ ആണോ? എന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഭൂമിയിൽ എത്ര ടെക്നോളജി വന്നു കഴിഞ്ഞാൽ, ഇനി എത്ര ടെക്നോളജി വരാനുണ്ടെങ്കിലും, എത്ര സമ്പത്ത് ഭൂമിയിൽ ഉണ്ടെങ്കിലും, അത് മൊത്തം വന്നു കഴിഞ്ഞാലും ഒരു ഹ്യൂമൻ ബീങ് ഒരു സിസ്റ്റം, ഒരു സംവിധാനം പോലും നിർമ്മിക്കാൻ സാധ്യതയുണ്ട്. അത്രയും വാല്യൂലാണ് ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ടത്. നമ്മുടെ ധർമ്മം എന്ത് സർവീസ് ടു ഹ്യൂമാനിറ്റീസ്. നമ്മുടെ ജീവിതകാലം മൊത്തം സർവീസ് ചെയ്താലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ 0% എത്തപ്പെടുന്നില്ല എന്ന തിരിച്ചറിവിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ജന്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ത് ചെയ്തിരിക്കുന്നത് സർവീസ് ടു ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആളുകളും നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് അടക്കപ്പെടുന്നുണ്ട്. ഇവർ നിന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇത്രയും വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി